Hello everyone, welcome to Computer Science. Our subject is Theory of Computation, and in this video we are discussing another example of designing a PDA. So ഇതിന് മുന്നേ നമ്മൾ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു PDAയുടെ ഡിസൈൻ ആൻഡ് അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്സ് വിത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാനത് ലിങ്കിലിടാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ എന്നാലാണ് ഒരു ബേസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ടായിരിക്കില്ല. നമ്മളുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് L is equal to A raised to n B raised to n where n greater or equal to 1 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈക്വൽ നമ്പർ ഓഫ് A's ആൻഡ് B's ആൻഡ് A's ഫോളോഡ് ബൈ B's. ഇതാണ് ലാംഗ്വേജ് വരുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ദിസ് ഇസ് അവർ ക്വസ്റ്റ്യൻ ആൻഡ് ദിസ് ഇസ് ദ ലാംഗ്വേജ്. L is equal to A raised to n B raised to n അല്ലേ. സോ എന്നിന് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും AB കിട്ടും. സിമ്പിൾ, അതായത് ഇതാണ് മിനിമം സ്ട്രിങ്. ദെൻ 2 കൊടുക്കാൻ വെച്ചാൽ AABB കിട്ടും. സോ AABB AABBB എത്ര ആയിക്കോട്ടെ, സ്റ്റാർട്ടിങ് വിത്ത് A ആണ് ആൻഡ് നമ്പർ ഓഫ് A's വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് B's. സെയിം നമ്പർ ഓഫ് A's ഫോളോഡ് ബൈ സെയിം നമ്പർ ഓഫ് B's എന്നാണ് ലാംഗ്വേജ്. അപ്പോൾ നമ്മളിതിന് മുന്നേ ചെയ്തതും ഇതും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നാണ് നോക്കണ്ടേ. അപ്പോൾ ആദ്യം ഞാൻ ദിസ് ഇസ് അവർ PDA വേർ ദ ഫോമൽ ഡെഫിനിഷൻ എഴുതണമല്ലോ. വേർ Q is equal to like Q0 Q1 QF തന്നെയാണ് Q വരുന്നത്. ആൻഡ് സിഗ്മ എന്ന് പറയുമ്പോൾ ലാംഗ്വേജിൽ എയും ബിയും മാത്രമേ ഉള്ളൂ, AB. ആൻഡ് ഗാമ മീൻസ് സ്റ്റാക്ക് സിമ്പിൾ. സ്റ്റാക്കിനകത്തേക്ക് ഈ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും A മാത്രമേ പുഷ് ചെയ്യുള്ളൂ ആൻഡ് പിന്നെ സ്റ്റാക്ക് ടോപ്പും Z0യും ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് QF ആയിരിക്കും. സോ ഇത്രയാണ് പറയാനുള്ളത്. ഡെൽ നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കും. അപ്പോൾ ഡെല്ലിൻ്റെ ട്രാൻസിഷൻ അവിടെ കാണാം. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് A എത്രയുണ്ടോ അത്രയും B വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ A വരുന്ന എല്ലാം സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ആൻഡ് ഫസ്റ്റ് B കാണുമ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ നിന്ന് ഒരു A കട്ട് ചെയ്യും. ദെൻ പിന്നെ ഇങ്ങോട്ട് വരുന്ന ഓരോ Bക്കും സ്റ്റാക്ക് ടോപ്പിലുള്ള A കട്ട് ചെയ്ത് വരും. ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് A's ആൻഡ് B's ആണെങ്കിൽ ഇൻപുട്ട് കഴിയുമ്പം സ്റ്റാക്ക് ടോപ്പ് എം ടി ആയിരിക്കും. അത് നമുക്ക് ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ 3A 3B എന്നുള്ള കൺസെപ്റ്റ് 2A എടുത്താൽ മതി, അപ്പോഴും മനസ്സിലാവും. സ്റ്റാക്ക് ടോപ്പാണ്. A വരുമ്പോൾ ഞാൻ സെഡ് നോട്ട് ഉണ്ട് കേട്ടോ, സെഡ് നോട്ട് ഉണ്ട് സ്റ്റാക്കിൽ. ഇനീഷ്യലി സെഡ് നോട്ട് ഉണ്ടാവും. ദെൻ A വരുമ്പോൾ ഞാൻ എല്ലാം Aനെ പുഷ് ചെയ്യാണ്. സോ ഞാൻ ഈ തേർഡ് എക്സാമ്പിൾ എടുക്കുന്നത്. അപ്പോൾ 3 Aനെ പുഷ് ചെയ്തു. ദെൻ 3 B ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് B കാണുമ്പോൾ ഫസ്റ്റ് Aനെ പോപ്പ് ചെയ്തു. സെക്കൻഡ് B കണ്ടപ്പോൾ സെക്കൻഡ് Aനെ പോപ്പ് ചെയ്തു. തേർഡ് B കണ്ടപ്പം തേർഡ് Aനെ പോപ്പ് ചെയ്തു. ആൻഡ് ഫൈനലി ഇൻപുട്ട് എൻഡായി, ഇൻപുട്ട് ആപ്സിലോൺ ആയി. സോ നമ്മുടെ സ്റ്റാക്ക് ടോപ്പിനകത്ത് Z0 ആണ്, ആക്സെപ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇങ്ങനെയല്ല എന്ന് വിചാരിക്കാം, അതായത് A B AAB ഇതാണ് കൺസെപ്റ്റ് എന്ന് വിചാരിക്കും. AAB ആണ് സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Z0 വന്നു. സോ ആദ്യത്തെ A പുഷ് ചെയ്തു, പിന്നത്തെ A പുഷ് ചെയ്തു. ദെൻ B ആണ് ഫസ്റ്റ് Aനെ പോപ്പ് ചെയ്തു. ആൻഡ് ഇവിടെ ആപ്സിലോൺ ആയിരിക്കും. അപ്പോൾ ആപ്സിലോൺ എത്തി, സ്റ്റാക്ക് ടോപ്പിൽ നോക്കി Z0 അല്ല, പകരം A ആണ്. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യില്ല, അഡ്വാൻസ് ചെയ്യില്ല, അത് അവിടെ തന്നെ നിൽക്കും. ഇതാണ് കൺസെപ്റ്റ്. PDA നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കൺസെപ്റ്റ് ഇങ്ങനെയാണ്. A കാണുമ്പോൾ എല്ലാത്തിനെയും പുഷ് ചെയ്യുന്നു ആൻഡ് B കണ്ടു കഴിഞ്ഞാൽ ഈക്വൽ ആക്കാൻ വേണ്ടി പോപ്പ് ചെയ്യുന്നു. ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. തുടങ്ങാം. ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റർ P. ഓക്കെ ശരിയായി. സോ ഞാൻ ഈ ഒരു എക്സാമ്പിളിൻ്റെ ബേസിലാണല്ലോ പറയാറ്. അപ്പോൾ ഇതാണ് എക്സാമ്പിൾ. ഇനീഷ്യൽ സ്റ്റേറ്റ് എടുത്തു Q0, അവിടെ ലൂപ്പ് ചെയ്യണം നമുക്കറിയാം. ആൻഡ് നമുക്കൊരു സ്റ്റാക്ക് വേണം. ഇനി ഫസ്റ്റ് കേസ് എന്താ, വിതൗട്ട് കൺസിഡറിങ് എനി ഇൻപുട്ട് ഇഫ് ദ സ്റ്റാക്ക് ടോപ്പ് ഇസ് എംപ്റ്റി പുഷ് Z0 ഓൺ ടു ദ സ്റ്റാക്ക് ടോപ്പ്. അറിയാലോ, ഇൻപുട്സ് ഒന്നും ഇല്ല. ആദ്യം തന്നെ Z0 പുഷ് ചെയ്തു, സ്റ്റാക്ക് ടോപ്പിൽ Z0 എത്തിച്ചു. ഇനി നമുക്ക് എങ്ങനെയായാലും A ആണ് ആദ്യം വരിക അല്ലേ. അപ്പോൾ ഇനീഷ്യലി നേരത്തെ കേസിൽ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ Aയോ Bയോ വരാമെന്നുള്ള ചോയ്സ് ഉണ്ടായി. ഇവിടെ അങ്ങനെയല്ല, A വെച്ചിട്ടാണ് തുടങ്ങുക. സോ A വരുമ്പോൾ സ്റ്റാക്ക് ടോപ്പിനകത്ത് ആദ്യം Z0 ആയിരിക്കും. അപ്പോൾ നമ്മൾ Aനെ പുഷ് ചെയ്യുക, AZ0. Aനെ ഞാനിവിടെ പുഷ് ചെയ്തു, കണ്ടില്ലേ. ഇനി വരുന്ന ഓരോ Aക്കും സ്റ്റാക്ക് ടോപ്പിനകത്ത് A തന്നെയായിരിക്കും. അപ്പോൾ A വരിക, ഇൻപുട്ട് സേ സ്റ്റാക്ക് ടോപ്പ് സേ പുഷ് A. അപ്പോൾ ഞാൻ രണ്ടാമത്തെ Aനെയും പുഷ് ചെയ്തു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതായത് B വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇത് B വന്നാൽ സ്റ്റാക്ക് ടോപ്പിൽ എന്തായാലും A ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ. സ്റ്റാക്ക് ടോപ്പിൽ A ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോപ്പ് ചെയ്യാം.
സോ ബി വന്നു, സ്റ്റാക്ക് ടോപ്പിൽ എ ആണെങ്കിൽ ഞാൻ പോപ്പ് ചെയ്ത് പുതിയ സ്റ്റേറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഈ എന്നെ ഇവിടുന്ന് കളയാല്ലേ, പോപ്പ് ചെയ്തു അല്ലേ. നമ്മൾ ഫസ്റ്റ് ബിക്ക് ഫസ്റ്റ് എനെ പോപ്പ് ചെയ്തു. ഇനി എത്ര ബി ഉണ്ടെങ്കിലും അതിന് വീണ്ടും വീണ്ടും എനെ പോപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ലൂപ്പ് ചെയ്യാൻ പോവാണ്, സെയിം കണ്ടീഷൻ. ഇഫ് ദ ഇൻപുട്ട് ഇസ് ബി ആൻഡ് സ്റ്റാക്ക് ടോപ്പ് ഇസ് എ ദെൻ പോപ്പ് എ. നമ്മൾ രണ്ടാമത്തെ ബിക്ക് രണ്ടാമത്തെ എനെ പോപ്പ് ചെയ്യാം. പോപ്പ് ചെയ്തു. അപ്പം ഇനിയിപ്പോൾ എന്തുണ്ടായത്, ബി അതായത് ഇൻപുട്ട് ആപ്സിലോൺ ആയി, സ്റ്റാക്ക് ടോപ്പ് Z0 ആയി എൻഡ് ചെയ്യാം. വെച്ചാൽ അതിനെയും Z0നെയും പോപ്പ് ചെയ്ത് എൻഡ് ചെയ്തു. കണ്ടോ, നമ്മൾ തുടങ്ങിയവിടെ തന്നെ എത്തി. സ്റ്റാക്ക് എം ടി ആയി, ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ PDF വരയ്ക്കുമ്പോൾ ആദ്യം ആ ക്യൂ സിഗ്മ ഡെഫിനേഷൻ എല്ലാം എഴുതി, ക്യൂ എന്താ സിഗ്മ എന്താന്നൊക്കെ എഴുതി. അത് കഴിഞ്ഞിട്ട് ഡെൽ എസ് എന്ന് പറയുമ്പോൾ ഡെല്ലിൻ്റെ ട്രാൻസിഷൻ നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രം ആയിട്ടാണ് വരയ്ക്കുന്നത്. ഇതാണ് ട്രാൻസിഷൻസ്. ഈ സ്റ്റാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എക്സാമ്പിൾ വെച്ചിട്ട്. അപ്പോൾ ഇത് ഈസി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോബ്ലം വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനിയും പ്രോബ്ലംസ് നോക്കാനുണ്ട്. ഞാൻ ഒരു വീഡിയോയിൽ ഒരു പ്രോബ്ലം ചെയ്യുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം.